ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ചീനീസ് കിച്ചൺ ഇന്ന് വന്നിരിക്കുന്നത് കുറച്ച് ചോക്ലേറ്റ് ബോൾസ് നമുക്ക് കുട്ടികൾക്ക് വീട്ടിലുണ്ടാക്കി കൊടുക്കുക. അതിനുള്ള ഇൻഗ്രീഡിയൻസ് ആയിട്ടാണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി നമ്മുടെ കയ്യിലുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു 10-12 ചോക്ലേറ്റ് ബോൾസൊക്കെ ഒരു സമയം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അതിനായിട്ട് ഒരു 2 വലിയ ടീസ്പൂണിൽ ബട്ടർ മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമുക്ക് മെയിനായിട്ട് വേണ്ടത് കൊക്കോ പൗഡറാണ്. അത് നമുക്കൊരു 5 ടീസ്പൂണ്, വലിയ ടീസ്പൂണിൽ 5 ടീസ്പൂണാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു ചെറിയ 250 മില്ലിയുടെ മിൽക്ക് മെയ്ഡാണ് കേട്ടോ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഷുഗർ വേറെ ചേർത്ത് കൊടുക്കുന്നില്ല. എന്ന് വെച്ചാൽ മിൽക്ക് മെയ്ഡിൻ്റെ ആ സ്വീറ്റ്നെസ് മാത്രം മതി. ചോക്ലേറ്റിൽ കൂടുതൽ മധുരം കൂടുമ്പോൾ രണ്ടും കൂടി ആകുമ്പോൾ നമുക്ക് ഭയങ്കര കഴിക്കാൻ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതിൻ്റെ എല്ലാം ഫ്ലേവർ നമുക്ക് സെപ്പറേറ്റ് അറിയാൻ വേണ്ടിയിട്ടാണ്. വേറെ ഞാൻ ഷുഗറൊന്നും ഇപ്പോൾ ഇതിൽ ആഡ് ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ ഈ 5 വലിയ ടീസ്പൂണ് കൊക്കോ പൗഡറും 2 വലിയ ടീസ്പൂണ് ബട്ടറും ഒരു ബോട്ടിൽ മിൽക്ക് മെയ്ഡും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി അത് നമുക്കൊരു തവി വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് ചൂടാറാനായിട്ട് വെക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കുറച്ച് സമയം ഫ്രീസറിൽ വെച്ച് എടുക്കുകയാണെങ്കിൽ ഒരു 5 മിനിറ്റിലാവും. ഫ്രിഡ്ജിലാണെങ്കിൽ കുറച്ച് സമയം എടുക്കും. അപ്പോൾ ഇതിലേക്ക് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ 3 ഇൻഗ്രീഡിയൻസ് ആണ് ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടത്. ഇതെല്ലാം ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി അതിന് ശേഷം നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഫ്രീസറിൽ വെച്ചിട്ട് ഒരു 5-10 മിനിറ്റ് ശേഷം നമുക്ക് എടുത്ത് ബോളുകളായിട്ട് ഉരുട്ടിയെടുക്കാം. ഇനി നമുക്കിതൊന്ന് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി ഞാൻ ഫ്രീസറിൽ വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടാണ് നമ്മൾ ഫ്രീസറിൽ വെക്കുന്നത്. കുറച്ചൊന്ന് കട്ടയിൽ നമുക്ക് കറക്റ്റായിട്ട് അതൊന്ന് ബോൾസായിട്ട് ഉരുട്ടിയെടുക്കാൻ പറ്റും കേട്ടോ. ഇനി നമുക്ക് കുറച്ച് ചോക്ലേറ്റ് അതിൽ ബാക്കിയുണ്ട്. അത് ഞാൻ ചോക്ലേറ്റ് സിറപ്പ് പോലെ ഉണ്ടാക്കിയിട്ട് ഇത് ഡിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മുടെ ഈ ചോക്ലേറ്റ് ബോൾസ് ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. ഡിപ്പ് ചെയ്തെടുക്കാതെ നമുക്ക് സ്വാദുണ്ട്. അപ്പോൾ കുറച്ച് ചോക്ലേറ്റ് ബാക്കി ഉണ്ടായിരുന്നു ബാർ, അതൊന്ന് മെൽറ്റ് ചെയ്തെടുത്തതാണ് നമുക്ക് ഈ ബോൾസ് ഒന്ന് അതിൽ ഡിപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതിലേക്ക് നമുക്ക് ചോക്കോ ചിപ്സൊക്കെ ഉണ്ടെങ്കിൽ മുകളിലൊന്ന് ഇട്ടിട്ട് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ്. നമ്മുടെ കേക്കൊക്കെ ഉണ്ടാക്കണ അതൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഇട്ട് കൊടുക്കാം. കുറച്ച് ബട്ടർ ഒന്ന് കയ്യിൽ ചെറുതായിട്ട് അപ്ലൈ ചെയ്തിട്ട് നമുക്കിതൊന്ന് ബോൾസായിട്ട് ഉറ്റിയെടുക്കാം. ചെറിയ ബോൾസായിട്ട് ഉറ്റിയെടുക്കുകയാണ് നല്ലത് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ നല്ല സോഫ്റ്റാണ്, ഉള്ളിലും പുറത്തും. അതുപോലെ തന്നെ ചോക്ലേറ്റിൻ്റെ നല്ലൊരു ഫ്ലേവർ തന്നെയാണ് കേട്ടോ. നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ വേണമെങ്കിൽ നട്ട്സ് എന്തെങ്കിലും വെച്ച് കൊടുക്കാം. നമുക്ക് ബദാമോ അല്ലെങ്കിൽ എന്തെങ്കിലും കാഷ്യോ പിസ്തയൊക്കെ ഉണ്ടെങ്കിൽ വെച്ച് കൊടുത്താൽ വേറൊരു ഫ്ലേവറാണ് കേട്ടോ അത് കഴിക്കുമ്പോൾ. അപ്പോൾ ഞാൻ അതിൽ നട്ട്സ് ഒന്നും വെച്ച് കൊടുക്കുന്നില്ല. കയ്യിലൊന്ന് നന്നായിട്ടൊന്ന് ബോൾസാക്കി ഉറ്റിയെടുത്താൽ മതി. ബട്ടർ ഇട്ടിട്ട് കേട്ടോ. നമുക്കൊരു 10-12 ബോൾസാണ് കിട്ടിയത്. അതിന് ശേഷം നമുക്ക് ചോക്ലേറ്റിൻ്റെ സിറപ്പിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് അതിലേക്ക് ഡെക്കറേഷൻ എന്തെങ്കിലും ചേർക്കാം. നട്ട്സ് ഉള്ളിൽ വെക്കുകയാണ് നല്ലത്. പുറത്ത് നമുക്ക് മറ്റേ സാധാരണ ചോക്ലേറ്റ് ഡിപ്പ് ചെയ്തെടുക്കുന്നത് തന്നെയാണ് നല്ലത് കേട്ടോ. കാണുമ്പോൾ കുറച്ച് ഹാർഡാന്ന് തോന്നുമ്പോഴും നമുക്ക് നല്ല ഷേപ്പിൽ തന്നെ ഉറ്റിയെടുക്കാൻ പറ്റും കേട്ടോ. ചെറുതായിട്ട് ബട്ടർ അപ്ലൈ ചെയ്താൽ നല്ല ബോൾസായിട്ട് തന്നെ നമുക്ക് ഉറ്റിയെടുക്കാൻ പറ്റും കണ്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ചോക്ലേറ്റ് ബോൾസ് റെഡി ആയിട്ടുണ്ട്. കുട്ടികളൊക്കെ കഴിച്ചുകൊണ്ടേ ഇരിക്കും. നമുക്ക് കടയിൽ നിന്ന് വാങ്ങുന്ന ചോക്ലേറ്റ് ബോൾസ് അത്ര നന്നായിട്ട് തോന്നാറില്ല. നല്ല വലുപ്പമുണ്ടോ, അതുപോലെ തന്നെ ചോക്ലേറ്റിൻ്റെ ഫ്ലേവർ അത്ര നന്നായിരിക്കില്ല. നമുക്ക് വീട്ടിലിങ്ങനെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ കുട്ടികൾക്കൊക്കെ നല്ലതാണ്. വലിയ കുഴപ്പമില്ലാതെ നമുക്ക് ചോക്ലേറ്റ്സൊക്കെ കുട്ടികൾക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ എല്ലാ ബോൾസും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് നമുക്ക് ഡിപ്പ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ചോക്ലേറ്റ് ബാർ ഇല്ലെങ്കിൽ സാധാരണ ചോക്ലേറ്റ് വാങ്ങിയിട്ട് അതൊന്ന് മെൽറ്റ് ചെയ്താൽ മതി. കുറച്ച് ലൂസായിട്ട്, അധികം തിക്കാവണ്ട അധികം ലൂസാവണ്ട ആ ഒരു കൺസിസ്റ്റൻസിയാണ് കേട്ടോ. അതിൽ വെച്ച് കൊടുത്തിട്ട് സ്പൂൺ വെച്ചിട്ടൊന്ന് ഇതിൻ്റെ മേലേക്ക് നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. കയ്യിലായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എല്ലാത്തിലും അത് കറക്റ്റായിട്ട് വരില്ല. ഇങ്ങനെ ചെയ്ത് സ്പൂൺ വെച്ചൊന്ന് ചെയ്ത് ഇതിൽ നിന്ന് എടുത്താൽ മതി കേട്ടോ. ഇത് ഫ്രിഡ്ജിലൊന്നും വയ്ക്കേണ്ട ആവശ്യമില്ല. കുട്ടികൾ കഴിച്ചുകൊണ്ടേ ഇരിക്കും. ഒരു 12 ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് കഴിച്ചുകൊണ്ടേ ഇരിക്കും നമ്മൾ. അതുകൊണ്ട് തന്നെ അങ്ങനെ ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യം വരാറില്ല. ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ നല്ലൊരു കണ്ടെയ്നറിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഇതിൽ തന്നെ കൂടുതലൊന്നും തിക്കായി പോവൊന്നുമില്ല. നമുക്ക് ഇങ്ങനെ തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ അതിൽ കുറച്ച് കേക്കിൻ്റെ ഇതൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ഒന്നിട്ട് ഡെക്കറേഷൻ ചെയ്തതാണ്. നിങ്ങൾക്ക് ചോക്കോ ചിപ്സ് ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത് അതാണ് കേട്ടോ ഈ ചോക്ലേറ്റിൻ്റെ കൂടെ. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ്സ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ വളരെ സേഫാണ്. അതുപോലെ തന്നെ അവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ഞാൻ അങ്ങനെ എല്ലാ ബോൾസും ഒന്ന് ചെയ്തെടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ചെറിയ നമ്മുടെ കയ്യിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് കുട്ടികൾക്ക് നല്ല സ്വീറ്റൊക്കെ സ്കൂളിലേക്കൊക്കെ കൊടുത്തയക്കാനും ഉണ്ടാക്കി കൊടുക്കാനൊക്കെ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. കാണുന്ന പോലെ ബുദ്ധിമുട്ടൊന്നും ഇല്ല. വീഡിയോ എടുക്കുമ്പോഴത്തെ ഒരു ബുദ്ധിമുട്ട് വേറെ തന്നെയാണല്ലോ. നമ്മൾ വീട്ടിലായിട്ട് ഉണ്ടാക്കുമ്പോൾ ഇത്രയ്ക്കൊന്നും നമുക്ക് പാത്രങ്ങളും ഇതൊന്നും വരില്ല. അപ്പോൾ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ കുട്ടികൾക്ക് ഇത് ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇങ്ങനത്തെ വ്യത്യസ്തങ്ങളായ റെസിപ്പി ആയിട്ട് ചീനീസ് കിച്ചൺ വീണ്ടും വരുന്നതാണ്. അപ്പോൾ അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും. Take care. Bye-bye. Thank you.
അപ്പോൾ കുട്ടികൾക്കായിട്ടുള്ള ഇങ്ങനത്തെ ചെറിയ ചെറിയ സ്നാക്സ്, അതുപോലെ തന്നെ ചോക്ലേറ്റ് ബോൾസ്, ചോക്ലേറ്റ് ചിപ്സ്, അതൊക്കെ അടുത്ത വീഡിയോയിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോ മുഴുവനായിട്ട് കാണുക, ഷെയർ ചെയ്യുക. എനിക്ക് 12 എണ്ണമാണ് കേട്ടോ അതിന് കിട്ടിയിരിക്കുന്നത്. പിന്നെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത കാരണം വീഡിയോ ഒന്ന് ലെങ്തി ആയി പോയെന്നേ ഉള്ളൂ. അതിൽ കൂടെ ആഡായി വന്നതാണ്. കുറച്ച് ഞാൻ ഇൻസ്റ്റയിലൊക്കെ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി എടുത്തതാണ് കേട്ടോ. താങ്ക് യു.